2025 തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് വർഷങ്ങളെക്കാളും കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ തന്നെ 2025 തുടങ്ങി 2 മാസത്തിനിടയിൽ തന്നെ 4 കൂട്ടക്കൊലപാതകങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങേറിയത്. ഇത്രയും വലിയൊരു അവസ്ഥയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികളും നമ്മുടെ മാധ്യമങ്ങളും അധികാരപ്പെട്ട മറ്റെല്ലാവരും കൂടി അന്തിച്ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു സബ്ജക്റ്റ്, ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് മൂലവും അതുപോലെ തന്നെ നമ്മുടെ സിനിമകളിലൂടെ തരുന്ന വയലൻസ് കണ്ടിട്ടാണ് എന്നുള്ള കാര്യങ്ങളിലൂടെയാണ് അവർ വന്ന് എത്തിച്ചേരുന്നത്. ഈ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിനേക്കാളും എത്രയോ മടങ്ങ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘടകം നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തെന്നാൽ നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ എത്ര പേരെ കൊന്നാലും എത്ര പേരെ പീഡിപ്പിച്ചാലും അവർക്ക് ഒരു നിയമപരിരക്ഷ കിട്ടുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. ഒരു കൊലപാതകം ചെയ്തവനിക്ക് 90 ദിവസം കഴിഞ്ഞാൽ ജാമ്യം കിട്ടുന്ന സാഹചര്യം. എല്ലാം കഴിഞ്ഞ് അവനിക്ക് ഒരു വിധി പുറപ്പെടുവിക്കുന്നത് തന്നെ 2, 3, 4, 5 വർഷങ്ങൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. ആ വിധി വധശിക്ഷയാണെങ്കിൽ കോടതികൾ എല്ലാം ഇപ്പോൾ ജില്ലാ കോടതിയാണ് വിധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇടക്കാല കോടതികളാണ് വിധിക്കുന്നതെങ്കിൽ ആ കോടതിയെ തള്ളിക്കൊണ്ട് ഹൈക്കോടതി വരും. പോട്ടെ, ഹൈക്കോടതിയും അംഗീകരിക്കുകയാണെങ്കിൽ ആ ഒരു ശിക്ഷ അംഗീകരിക്കുകയാണെങ്കിൽ നേരെ സുപ്രീം കോടതിയിലേക്ക് പോകും. സുപ്രീം കോടതിയും അത് അംഗീകരിക്കുകയാണെങ്കിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയാണെങ്കിൽ അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകും. ആ ദയാഹർജി വരെയും ആ കുറ്റം ചെയ്തവനിക്ക് സുഖിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ മാറാതെ ഈ രാജ്യത്ത് ഒരു രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്കും കുറവ് വരില്ല എന്നുള്ളതാണ്. എല്ലാ രീതിയിലും നമുക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് വധശിക്ഷകൾ കുറവാണ്. ആ ഒരു വധശിക്ഷകൾ കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ നിയമത്തിനെ കുറിച്ച് നമ്മൾ എത്ര കുറ്റകൃത്യം ചെയ്താലും ഒരു പരിരക്ഷ കിട്ടുമെന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇതിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളതാണ്. നമ്മൾ മറ്റ് രാജ്യങ്ങൾ വളർന്ന് വലുതാവുന്നത് കണ്ടുകൊണ്ട് പടുകൂറ്റൻ കെട്ടിടങ്ങളും സ്റ്റാറ്റുകളും എല്ലാം അടിച്ച് ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കാൻ നോക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കുറ്റകൃത്യങ്ങൾ കുറയാൻ വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന നിയമവ്യവസ്ഥയും കൂടി നമ്മുടെ രാജ്യത്തും കൂടെ നടപ്പിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക.